സിനിമയിലുണ്ട്. സംവിധായകൻ ശ്രീ പ്രവീൺ തന്നെ ചേരുകയാണ്. പ്രവീൺ, ഇപ്പോൾ മാറ്റങ്ങളോടെ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് തിയേറ്ററിൽ എത്തുക എന്നതാണ്. ഞാനത് ഡിസ്ട്രിബ്യൂട്ടറോടും പ്രൊഡ്യൂസറോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിന്റെ അവൈലബിലിറ്റി അത് മാത്രമല്ല, നമുക്ക് ഇപ്പം അവൈലബിൾ ആയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ മദർ സർട്ടിഫിക്കറ്റ്. അത് വെച്ച് നമ്മൾ അന്യഭാഷ സെൻസർ ചെയ്യണം. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെ സെൻസറും ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു കാലതാമസം ഇതെല്ലാം കൂടെ ഒരു ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു ധാരണ എത്തും. ഏകദേശം 18 തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. 18 എന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ മാസം 18-ന്. അതെ അതെ. ഇപ്പോൾ പുതിയ പകർപ്പിൽ 8 മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അത് കോടതിയിൽ നിങ്ങൾ സമ്മതിച്ച രീതിയിൽ തന്നെയല്ലേ? കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല, അത് അതേപടി അംഗീകരിക്കുകയായിരുന്നു. മൊത്തം 7 മാറ്റങ്ങൾ. മൊത്തം 7 മാറ്റങ്ങൾ. ടൈറ്റിൽ അടക്കം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ആക്കി. ഇനിയിപ്പോൾ പോസ്റ്ററുകൾ അടക്കം മാറ്റേണ്ടി വരുമല്ലേ? ഇനിയിപ്പോൾ പോസ്റ്ററുകൾ അടക്കം, അതായത് ഇതിന്റെ ഒരു പ്രചാരണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായതായിരുന്നല്ലോ. എല്ലായിടങ്ങളിലും പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി മാറ്റിയടിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഡ്രീം ബിഗിലെ സുജിത്തേട്ടനോട്, അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഇപ്പൊ ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളൂ. അപ്പം ഡിസൈനിങ് നമ്മൾ ഓൾറെഡി നമ്മൾ സെൻസറിന് ഇപ്പം റീസബ്മിറ്റ് ചെയ്ത കണ്ടന്റിന്റെ കൂടെ നമ്മൾ പ്രീ ഡിസൈൻ ചെയ്ത സാമ്പിൾ പോസ്റ്റേഴ്സ് അയച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ അതും അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഇന്ന് നൈറ്റ് തന്നെ പ്രിന്റിങ് തുടങ്ങി. വരുന്ന ദിവസങ്ങൾ അത് ഉണ്ടാവും തന്നെയാണ് സുജിത്തേട്ടൻ പറഞ്ഞത്. ഇത്രയും വിവാദങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് സിനിമ ഇതിനകം തന്നെ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ട്. അത് സിനിമയുടെ ഒരു വിജയപ്രതീക്ഷ കൂട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രവീൺ, സിനിമ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു സിനിമ വിജയിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള അംഗീകാരങ്ങൾ, അതായത് നമ്മുടെ എടുത്ത എഫേർട്ടിനൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിന് അംഗീകാരം തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല. അതുപോലെ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. നല്ല സിനിമയായി എല്ലാവരും ഏറ്റെടുക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. സിനിമയുടെ സംവിധായകനാണ് നമുക്കൊപ്പം ചേർന്നത്.